നടിയും മോഡലുമായ ഷെഫാലി ജറിവാലയുടെ പൊടുന്നനെയുള്ള മരണത്തിന് കാരണം എന്താണെന്ന ചോദ്യത്തിന് ഇനിയും ഉത്തരം കിട്ടിയില്ല. പോസ്റ്റ്മോർട്ടത്തിന്റെ പ്രാഥമിക റിപ്പോർട്ട് നാളെ കിട്ടുമെന്നാണ് അമ്പോളി പോലീസ് അറിയിപ്പ്. ഭക്ഷ്യവിഷബാധ എന്നാണ് ആദ്യം സംശയിച്ചത്. പിന്നീട് ഏതെങ്കിലും തരത്തിലുള്ള വിഷബാധയാണോ എന്ന് പരിശോധിച്ചു. ഷെഫാലിയുടെ മെഡിക്കൽ ചരിത്രത്തിന്റെ എല്ലാ വശങ്ങളും നോക്കുകയാണ് പോലീസ്. കഴിഞ്ഞ 8 വർഷമായി ഷെഫാലി കണ്ടിരുന്ന ഡോക്ടർമാർ അവർ കുറിച്ചിരുന്ന മരുന്നുകൾ, സ്വയം ചികിത്സയ്ക്കായി മരുന്നുകൾ കഴിച്ചോ, ഇതെല്ലാം അന്വേഷിക്കുന്നുണ്ട്. ഇതുവരെ 7 CCTV ഫൂട്ടേജുകൾ പരിശോധിക്കുകയും കുടുംബാംഗങ്ങളുടേതടക്കം 14 പേരുടെ മൊഴികൾ എടുക്കുകയും ചെയ്തു. ഷെഫാലിയും കുടുംബവും പതിവായി മരുന്ന് വാങ്ങിക്കുന്ന മെഡിക്കൽ സ്റ്റോറിലെ ഫാർമസിസ്റ്റിന്റെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രാഥമിക വൈദ്യപരിശോധനാ റിപ്പോർട്ട് പ്രകാരം കുറഞ്ഞ രക്തസമ്മർദ്ദം, ഹൃദയസ്തംഭനം, വയറ്റിലെ പ്രശ്നങ്ങൾ എന്നിവയാണ് മരണത്തിലേക്ക് നയിച്ചത്. പ്രായം കുറയ്ക്കാനുള്ള മരുന്ന് കഴിച്ചിരുന്നോ എന്ന് സംശയിക്കുന്നുണ്ട്. NDTV റിപ്പോർട്ട് പ്രകാരം ഷെഫാലി 8 വർഷത്തോളം പതിവായി ആന്റി ഏജിംഗ് മരുന്നുകൾ കഴിച്ചിരുന്നു. ജൂൺ 27-ന് വീട്ടിൽ പൂജയുണ്ടായിരുന്നതുകൊണ്ട് ഷെഫാലി വ്രതത്തിലായിരുന്നു. ഇത് കണക്കാക്കാതെ അന്നു വൈകുന്നേരവും ആന്റി ഏജിംഗ് ഇഞ്ചക്ഷൻ എടുത്തു. ഏതാനും വർഷം മുമ്പാണ് ഒരു ഡോക്ടർ ഈ മരുന്ന് കുറിച്ചു നൽകിയത്. അതിനുശേഷം അവർ എല്ലാ മാസവും ഈ മരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു. ഒരുപക്ഷെ ഈ മരുന്നുകൾ ഹൃദയസ്തംഭനത്തിലേക്ക് നയിച്ചിരിക്കാമെന്ന് പോലീസ് സംശയിക്കുന്നുണ്ട്. മുംബൈയിലെ ബൊല്ലവ്യ ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും അവർ മരിച്ചിരുന്നുവെന്ന് ആശുപത്രി വൃത്തങ്ങൾ അറിയിച്ചു. പോസ്റ്റ്മോർട്ടത്തിനായി മൃതദേഹം കൂപ്പർ ആശുപത്രിയിലേക്ക് മാറ്റി. പുലർച്ചെ 1 മണിയോടെയാണ് വിവരം അറിഞ്ഞതെന്ന് മുംബൈ പോലീസ് അറിയിച്ചു. പോലീസ് ഫോറൻസിക് സംഘം വീട്ടിലെത്തി പരിശോധന നടത്തി. 2002-ൽ പുറത്തിറങ്ങിയ കട്ട്നാ ലഗ എന്ന ഗാനത്തിലൂടെയാണ് ഷെഫാലി പ്രശസ്തിയിലേക്ക് ഉയർന്നത്. ഈ ഗാനം വലിയ തരംഗമായി മാറിയിരുന്നു. അന്ന് 20 വയസ്സായിരുന്നു ഷെഫാലിയുടെ പ്രായം. പിന്നീട് നിരവധി റിയാലിറ്റി ഷോകളിലും ഡാൻസ് ഷോകളിലും പങ്കെടുത്ത് ജനപ്രിയ താരമായി. ഷെഫാലിക്കൊപ്പം പരാഗും നാച്ച് ബലിയെ 7 എന്നീ ഡാൻസ് ഷോകളിൽ ഒരുമിച്ച് പങ്കെടുത്തിരുന്നു. ബിഗ് ബോസ് 13-ാം സീസണിലും ഷെഫാലി പങ്കെടുത്തിരുന്നു. 2004-ൽ ഹർമീത് സിംഗിനെ വിവാഹം ചെയ്തെങ്കിലും 2009-ൽ പിരിഞ്ഞു. 2015-ലാണ് പരാഗ് ത്യാഗിയെ വിവാഹം കഴിച്ചത്. അതേസമയം നീണ്ടകാലമായി അപസ്മാരവും വിഷാദരോഗവും ഷെഫാലിയെ അലട്ടിയിരുന്നു. ഇതിനെതിരായ പോരാട്ടത്തെക്കുറിച്ചും തന്റെ കരിയറിനെ ഇത് എങ്ങനെ ബാധിച്ചു എന്നതിനെക്കുറിച്ചും ഷെഫാലി മുമ്പ് അഭിമുഖത്തിൽ തുറന്നു പറഞ്ഞിട്ടുണ്ട്. 15 വയസ്സുള്ളപ്പോഴാണ് തനിക്ക് ആദ്യമായി അപസ്മാരമുണ്ടായതെന്നും ടൈംസ് ഓഫ് ഇന്ത്യക്ക് നൽകിയ അഭിമുഖത്തിൽ ഷെഫാലി പറയുന്നു. 15-ാം വയസ്സിലാണ് എനിക്ക് അപസ്മാരം പിടിപെട്ടത്. അന്ന് പഠനത്തിൽ മികവ് പുലർത്തണമെന്ന വാശിയിൽ ഞാൻ കടുത്ത സമ്മർദ്ദത്തിലൂടെയായിരുന്നു കടന്നുപോയത്. സമ്മർദ്ദവും ഉത്കണ്ഠയും അപസ്മാരത്തിന് കാരണമാകും. ഇത് പരസ്പരം ബന്ധപ്പെട്ടതാണ്. വിഷാദം കാരണം നിങ്ങൾക്ക് അപസ്മാരം വരാം, തിരിച്ച് സംഭവിക്കാം, അന്ന് ഷെഫാലി പറഞ്ഞു. എന്തായാലും ഷെഫാലി ഗ്ലൂട്ടാത്തയോൺ ഉപയോഗിച്ചിരുന്നോ എന്ന കാര്യത്തിലടക്കം ഇനി പരിശോധന നടത്തേണ്ടതുണ്ട്. നിരവധി ഡോക്ടർമാരുടെ മൊഴികളും രേഖപ്പെടുത്തേണ്ടതുണ്ട്. ഷെഫാലിയുടെ മരണത്തിൽ നിരവധി ആരാധകരും അതുപോലെ തന്നെ സഹപ്രവർത്തകരും അനുശോചനവുമായി രംഗത്ത് വന്നിരുന്നു.